ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ കണ്ടെത്തലായ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഓടിക്കാനുള്ള വാഹന ലൈസൻസ് ഉള്ള ഒരാളല്ല, കോമ്പിറ്റൻസി ഇല്ലാത്ത ഒരാളാണ്. പിന്നെ കൂടാതെ ഈ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വലിയൊരു ഇറക്കമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൺട്രോളിൽ നിന്ന് പോയി. പിന്നെ ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്ന കുഴിയിൽ ഇറങ്ങിയപ്പോൾ നിയന്ത്രണം വിട്ടു. അദ്ദേഹത്തെ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഈ വണ്ടി ഓടിച്ചിരുന്ന ഒരാളല്ല, ഗൾഫിലായിരുന്നു അദ്ദേഹം. ഒരു മാസം വന്നിട്ട് ഇന്നാണ് അദ്ദേഹം പണിക്കിറങ്ങുന്നത്. അപ്പം നാച്ചുറലി അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് ഒരു തഴക്കവും പഴക്കവും ഇല്ലാത്ത ഒരാളാണ്. അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. നടപടി അയാൾ ഉള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. വണ്ടിയുടെ പെർമിറ്റ് മേലെ നടപടി എടുക്കുന്നതിനുള്ള നിർദ്ദേശം ആക്റ്റീവ് ബോർഡിന് കൊടുക്കും. ടിപ്പർ ലോറികൾ 8:30 to 10 o'clock കൊല്ലം ജില്ലയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. വൈകിട്ട് 3:30 to 4:30. കാരണം സ്കൂൾ കുട്ടികളുടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വണ്ടി 7:10 7:15 സംഭവം നടന്നിരിക്കുന്നത് 8:30 മുമ്പ് അദ്ദേഹത്തിന് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്താനുള്ള ഒരു പരക്കം മാറ്റിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ അദ്ദേഹത്തിന് കേൾക്കുമല്ലോ. അദ്ദേഹത്തിന് കേൾക്കാൻ ഭാഗം ഇപ്പോൾ അല്ല, അദ്ദേഹം സംസാരിക്കാൻ ഭാഗത്തിനല്ല. അദ്ദേഹത്തിന് ബന്ധുക്കളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു വണ്ടി മാത്രമല്ല, പല വാഹനങ്ങളും ഇത് കവർ ചെയ്യാൻ വേണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്. ഉണ്ടാവും. ഞങ്ങൾ നിരന്തരമായി കേസ് എടുക്കുന്നതുകൊണ്ട്, നിരന്തരമായി കേസ് എടുക്കുന്നില്ലെന്നല്ല, നിരവധി കേസുകൾ എടുക്കുന്നുണ്ട്. മോശം ടയർ ഉൾപ്പെടെ ഉള്ളത് വെച്ചുകൊണ്ട് എന്താണ് CF കൊടുത്തതെന്നുള്ള ജോയിന്റ് ഡയറക്ടർ കരുനാഗപ്പള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ആ സമയത്ത് എന്തായിരുന്നോ കണ്ടീഷൻ നമുക്കറിയത്തില്ല, അത് നമുക്ക് നോക്കാം. GPS അവർ മോശപ്പെട്ട രീതിയിലാണ് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥർക്ക് നടപടി. അങ്ങനെ ആരെയും സംരക്ഷിച്ച് പിടിക്കൊന്നുമില്ല. 4th month ഏപ്രിൽ.